കെഎസ്ആർടിസിയിലെ സൗജന്യയാത്ര ഉത്സവമാക്കി സ്ത്രീകൾ. സ്ഥിരം യാത്രക്കാരായ സ്ത്രീകൾക്ക് ഈ തീരുമാനം സാമ്പത്തിക ഭദ്രത കൂടിയാണ് നൽകുന്നതെന്ന് യാത്രക്കാർ പറഞ്ഞു. കണ്ണൂരിൽ കന്നിയാത്രയിൽ സ്ത്രീകൾക്കൊപ്പം അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എംഎൽഎയും ചേർന്നു. ചരിത്ര മുഹൂർത്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചതെന്ന് എംഎൽഎ പറഞ്ഞു. ചരിത്രപരമായ ഒരു തീരുമാനത്തിന്റെ യാത്രയിലാണ് കേരളത്തിലെ സ്ത്രീകൾ. കെഎസ്ആർടിസിയിലെ സൗജന്യയാത്രയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് യാത്രക്കാർ. കണ്ണൂരിൽ കന്നിയാത്ര അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീകൾക്ക് സാമ്പത്തിക ഭദ്രത കൂടിയാണ് ഈ തീരുമാനത്തിലൂടെ സർക്കാർ യാഥാർത്ഥ്യമാക്കിയതെന്ന് എംഎൽഎ. ഒരു 4000 രൂപ 5000 രൂപ ഒരു കുടുംബത്തിന് ഒരു മാസം കിട്ടുന്നവരെ എല്ലാവർക്കും അല്ലെങ്കിൽ പോലും ഒരു പാവപ്പെട്ട സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സാമ്പത്തികമായ അടിത്തറ കുടുംബത്തിനുണ്ടാകുന്നു. ഇവിടെ ഒരു സഹോദരിമാർ പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് ആ 1000 രൂപക്ക് KSFയിൽ ഒരു ചിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് മതി ആ കുടുംബത്തിൻ്റെ ഭദ്രത ഉണ്ടാക്കാനാണ്. അപ്പം അത്രമാത്രം സുരക്ഷിതത്വം ഉള്ള ഒരു പദ്ധതിയെ ചില ആളുകൾ എതിർക്കുകയാണ്. എന്താണ് അതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാകുന്നില്ല. ഇത്രമാത്രം ജനപ്രിയമായ ഒരു കാര്യം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം ഒന്നല്ല ഒരുപാട് നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രകടന പത്രികയിൽ പലതും ഉൾപ്പെടുത്തും. പക്ഷേ ആ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് മറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സാമ്പത്തികമായ വലിയ ബാധ്യതയില്ലാത്ത ചില പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് തൽക്കാലം അങ്ങനെ സ്കിപ്പ് ചെയ്തു പോകുന്ന അവസ്ഥയാണ്. പക്ഷേ സാമ്പത്തികമായി ഏറ്റവും വലിയ ബാധ്യതയുള്ള ഒരു കാര്യം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റെടുത്ത് ഏകദേശം ഒരു വർഷം 1000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഗവൺമെൻറ്റിനുണ്ടാകുന്നു. ആ ബാധ്യത ഏറ്റെടുക്കാൻ വേണ്ടി ഇച്ഛാശക്തിയോടെ ഒരു ഗവൺമെൻറ് രംഗത്ത് വരുന്നു. അത് നിസ്സാരമായ കാര്യമല്ല. സ്ഥിരമായി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെ സഹായകരമായ തീരുമാനമാണ് സർക്കാർ എടുത്തതെന്ന് യാത്രക്കാർ പറഞ്ഞു. ഞാൻ KSRTCയിലെ സ്ഥിരം യാത്രക്കാരിയാണ്. അവരുടെ ട്രാവൽ കാർഡ് എടുത്തിട്ട് ടൗൺ ടു ടൗൺ സർവീസിൽ യാത്ര ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചോളം ഒരു 1500 രൂപയോളം ആ കാർഡിന് എനിക്ക് എക്സ്പെൻസ് വരാറുണ്ട്. അത് കുറഞ്ഞു കിട്ടിയത് വളരെ സന്തോഷമാണ്. ഈ ഒരു പദ്ധതിൻ്റെ ഓർമ്മക്കായിട്ട് നമുക്ക് കുട്ടികളുടെ പേരിലെങ്ങാനും അത് സേവ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് അതൊരു വലിയ ഉപകാരം തന്നെയാണ്. ഏറ്റവും നല്ല ഉപകാരമാണിത്. ഞാൻ ഡെയിലി കണ്ണൂരിൽ നിന്ന് പരിയാരത്തേക്ക് പോകുന്നതാണ്. രാവിലെ ഉച്ചക്കുമായിട്ട് ഒരു ദിവസം രണ്ടും കൂടി 76 രൂപയാവും. അത് ഏറ്റവും കുറഞ്ഞു കിട്ടിയത് നല്ലത്. വളരെ സന്തോഷം, അഭിമാനം തോന്നുന്ന നിമിഷമാണ്. നല്ലതന്നെ. KSRTC ജീവനക്കാരും തീരുമാനത്തെ സ്വാഗതം ചെയ്തു. സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ സൗജന്യം കുടുംബത്തിന് ആകെ ലഭിക്കുന്ന സഹായമാകുമെന്ന് വനിതാ കണ്ടക്ടർ. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം അഭിമാനമുണ്ട്. സ്ത്രീകളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വളരെയധികം മാറ്റങ്ങളാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെടാനുള്ള അവസരം കൂടിയാണ് ലഭിക്കുന്നത്. എല്ലാ പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിറകിൽ എന്ന് പറയുന്നതിനേക്കാൾ ഒപ്പം സ്ത്രീകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കണ്ണൂർ ജില്ലയിൽ 200-ലധികം ഓർഡിനറി KSRTC ബസ് സർവീസുകൾ ഉണ്ട്. ഇതിലെല്ലാം സ്ത്രീകൾക്ക് സൗജന്യം എന്നുള്ള ബോർഡും പതിച്ചിട്ടുണ്ട്. ഈ ബസ്സുകളിലെല്ലാം പരിധിയില്ലാതെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.